എന്തൊക്കെ തോന്നിവാസമാണ് ഈ പാലക്കാട് ജില്ലയിൽ നടത്തിയത്? എത്ര പേരെയാണ് നടപടിയെടുത്തത്? ഇങ്ങനെ ഓരോ പ്രദേശത്ത് വടക്കഞ്ചേരിക്കാർക്ക് ഇവർക്കൊക്കെ ഒരുപാട് കഥകൾ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ, സമാധാനത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ അസാധ്യമാക്കിയ ഒരു സാഹചര്യം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കാൻ പാടുമോ? അധികാരം അതിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത്? പണപ്പിരിവിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ മാസവും എന്തെങ്കിലും ഒരു പിരിവുണ്ടാവും. ഇങ്ങനെ പിരിവുണ്ടായ ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ നിങ്ങളോട് പറയാ, എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും പറയില്ല. ഈ വിദ്വാൻ എത്രയോ മഹാന്മാരിൽ നിന്ന കസേരയാട്ടോ അത്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ആ മാധ്യമ പ്രവർത്തകരെ പറ്റി പറയാ. മാധ്യമ പ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്നു, ഇവരെപ്പോ കാണാനില്ല. അവരുണ്ടായിരുന്നു ഇവിടെ, ഞാൻ കണ്ടുവരെ. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയാ, ആരൊക്കെ ഇരുന്ന കസേരയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കസേര? സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ, നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. മഹാനായ സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. സഖാവ് എം പി കുഞ്ഞിരാമൻ മാസ്റ്റർ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സഖാവ് പി പി കൃഷ്ണൻ, സഖാവ് എൻ കെ കൃഷ്ണൻ, സഖാവ് ശിവദാസ മേനോൻ, സഖാവ് എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിന് ഞങ്ങൾ ചോദ്യം